ഹലോ. ഞാൻ റീസെൻ്റ്ലിയാണ് ലോഗോ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ആപ്പിനെ പറ്റിയിട്ട് പോലും ഞാൻ അറിയുന്നത് റീസെൻ്റ്ലിയാണ്. ഏത് ആപ്പാന്നല്ലേ, നമ്മുടെ ക്യാൻവ എന്ന് പറയുന്ന ആപ്പ്. ഇതിലൂടെയാണ് ഞാൻ ചെറുതായിട്ട് ലോഗോ ചെയ്ത് തുടങ്ങിയത്. ആദ്യം ലോഗോ എന്നല്ല ചെയ്യാൻ തുടങ്ങിയത്, ഇമേജ് എഡിറ്റ് ചെയ്യാനും കോളേജ് പോലെയൊക്കെ നോക്കാനും ഒക്കെ ആയിരുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ലോഗോ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യണം. ഞാനിതിൽ നേരത്തെ ആരോ ചെയ്ത ഒരു ടെംപ്ലേറ്റ് ഒരു റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് നിങ്ങൾക്കൊരു കാണിക്കാൻ വേണ്ടിയിട്ട് അതെടുത്തിട്ട് നമുക്കതിൽ ഒരു മാറ്റർ ഉണ്ട്. നമുക്ക് ആ മാറ്റർ വേണ്ട, നമ്മൾ എടുക്കുന്ന മാറ്റർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പം ആ ഐഡിയയിൽ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം നമ്മളിതിലെ മാറ്ററെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓണായിട്ടുള്ള നമ്മുടെ മാറ്റർ നമ്മൾ കൊടുക്കാൻ പോകണം. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ChatGPT കുറേ നെയിംസൊക്കെ പ്രിഫർ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നിയ ഇതാ ഡിസൈൻസ് എന്ന് പറയുന്ന ആ നെയിമാണ് കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടി ടെംപ്ലേറ്റിൽ ഞാനൊരു സർക്കിൾ മോഡിലാണ് നമ്മുടെ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സർക്കിളിൽ ഞാൻ ആദ്യം ഒരു ഇമേജ് ഫ്രെയിം ആദ്യം കൊടുത്തു നോക്കി. ഒരു നമ്മുടെ ഒരു ഹാഫ് സർക്കിളിൻ്റെ. എന്നിട്ട് നമുക്ക് അതിലൊരു വേറൊരു സോഫ്റ്റ് പെയിൻറ്റ് പോലത്തെ ഒരു ഇതുണ്ട്. അപ്പം അത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെയിമൊക്കെ ഞാൻ മെൻഷൻ ചെയ്തേക്കാവേ. എന്നിട്ട് അതിൻ്റെ തന്നെ ഒരു കോപ്പിയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്, എന്നാലും നമ്മൾ ഇത് ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നും, എന്നാലും നമുക്ക് പിന്നെ ചെയ്തു വരുമ്പം ഈസി ഫോമായിട്ട് വരും. എന്നിട്ട് ഞാനിതിൽ നമ്മുടെ ഇതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഫോണ്ടിൽ ഞാൻ കൊടുത്തിരിക്കുന്ന അവിടുന്ന് ഞാൻ ലെറ്ററിൽ സെലക്ട് ചെയ്തിരിക്കുന്ന എൻ്റെ നെയിം എനിക്ക് അറിയില്ല. ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കിഷ്ടം തോന്നി, ഒരു ഭംഗിയൊക്കെ തോന്നി. അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. അപ്പം അത് ഞാനിതിലേക്ക് മെൻഷൻ ചെയ്തേക്കാം. എന്നിട്ട് അതിൻ്റെ മെയിനിലുള്ള സബ്ജക്റ്റ് വേണ്ട, അതിൽ താഴെയുള്ളത് നമ്മുടെ ഈത ഡിസൈൻ എന്നും പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ നെയിം അതിലേക്ക് പതുക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഈത ഡിസൈൻസ് നമുക്ക് ആ സർക്കിളിൽ ഒതുങ്ങുന്ന പോലെ നമ്മളൊക്കെ എത്രയാണോ വേണ്ടത്. നമ്മളിപ്പം മെയിനായിട്ട് എല്ലാവരും ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നത് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ പിക്കായിട്ടും അതിൻ്റെ ഐക്കണായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ലോഗോയിൽ എന്തായാലും മെയിനായിട്ട് നമ്മൾ മിനിമലായിട്ടും സ്മോളായിട്ടുള്ള ലെറ്റർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നമ്മൾ ഈത ഡിസൈൻ കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് അതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കണം. ഇതിൽ ഓരോ കളറും ഞാൻ എങ്ങനെയാണ് ചൂസ് ചെയ്തേക്കുന്നതെന്നും അതിൻ്റെ ഇതൊക്കെ ഞാൻ പറയാം. അപ്പം ഞാനിതിൽ ഇപ്പം നമ്മളൊരു ലൈറ്റ് ഗ്രീനാണ് നമ്മൾ ഔട്ടർ ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന് ആ ലെറ്ററിന് നമുക്ക് കുറച്ചുകൂടി ഡാർക്കായിട്ട് കൊടുക്കാം. അപ്പോഴേ അതൊരു കാണാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്തത്തുള്ളൂ. അപ്പം ഞാൻ എന്നിട്ട് നമുക്ക് എന്തായാലും കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിസൈൻസൊക്കെ കൊടുക്കണമല്ലോ. അപ്പം കുറച്ച് എലമെൻറ്റ്സൊക്കെ നമുക്ക് അതിൽ നിന്ന് തപ്പിയെടുക്കും. ഞാൻ ആദ്യം കുറച്ച് വള്ളിച്ചെടിയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. വള്ളിച്ചെടി കൊടുക്കും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാര്യം ഇത് തമ്മിൽ മാച്ചാവുമെന്ന് എനിക്ക് വലിയ ഇതില്ല. ഇതില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല. എന്നിട്ട് നമ്മളൊരു ബട്ടർഫ്ലൈനെയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഇതിൻ്റെ ഈല്. ബട്ട് ഞാൻ എന്നിട്ട് അത് ഞാൻ നേരത്തെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഡെമോ ഇപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് പതുക്കെ അത് ഡിലീറ്റ് ചെയ്തു. എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്കിൽ തോന്നിയിട്ട് ഞാൻ ടോട്ടലി എനിക്ക് ആ ഒരു ഡിസൈൻ ഞാൻ ചെയ്തതിൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ടോട്ടലി എല്ലാം ഡിലീറ്റ് ചെയ്യാം എന്നുള്ളൊരു മൂഡിലേക്ക് എത്താൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് എനിക്കൊരു ഡിസൈൻ കിട്ടിയത്. അപ്പം ഞാൻ അതെന്ത് ചെയ്തു, നമ്മൾ ആ ഔട്ടർ ഉള്ള ആ സർക്കിളിൽ ആ ഒരു ടൈ ചെയ്തേക്കുന്ന അത് ഒന്ന് റെഫർ ചെയ്ത് നോക്കി. അപ്പം അതവിടെ വെച്ചപ്പം കുറച്ച് ഒരു ബെറ്റർ കൊള്ളാം, ഓക്കെ ഒരു ഫീലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് വെച്ചപ്പോൾ എനിക്കൊരു കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടി തുടങ്ങി. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഡിസൈനും കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും
എന്താണ് എന്നൊക്കെ നോക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് തന്നെ നമ്മുടെ എലമെൻറ്റ്സിൽ മാജിക് എന്ന് പറയുന്നത് നമുക്ക് റെഫർ ചെയ്യുന്നുണ്ട് ഈ ക്യാൻവ തന്നെ. അപ്പം അതും കൂടെ കൊടുത്തിട്ട് നമ്മൾ മറ്റേ ഔട്ടർ ലൈനിലുള്ള ബാക്കി ഭാഗം കൂടെ ഡിലീറ്റ് ചെയ്തപ്പം ഒത്തിരി ക്ലാഷ് ആവാത്തൊരു ഡിസൈൻ നമുക്ക് കിട്ടി, ഒരു സിമ്പിളായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഈ പൂവ് ഇല ചെടി വെച്ച് നോക്കിയപ്പം ഒരു അഭംഗി തോന്നിച്ചു. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. ആ ഒരു സ്റ്റൈല് പിന്നെയും എനിക്കെന്തോ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ ടോട്ടലി അതൊന്ന് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളൊരു മൂഡിലേക്കെത്തി. നമുക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ആ ഒരു മൂഡ് വരത്തില്ല. എന്നിരുന്നാലും ഞാനത് ചെയ്യും എന്നുള്ളൊരു മനസ്സുകൊണ്ട് നമ്മളത് ചെയ്തു പോകുന്നതാണ്. അപ്പം ഇതാ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബോട്ടിക്ക് പോലെയാണ്. ബോട്ടിക്ക് പോലെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിസൈൻസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ക്ലോത്തിൻ്റെ ഒരു ഇമേജ് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ ആഡ് ചെയ്ത ഇമേജ് അതിലും കൂടെ വെച്ചപ്പം ഒരു ഓക്കെ ഫീലാണ്. എന്നിട്ടും നമുക്ക് ടോട്ടലി ഒരു ഈദ എന്ന് പറയുമ്പോൾ ഒരു മൈൽഡ് അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ആവാതെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ നമ്മൾ ഇതിൽ ചൂസ് ചെയ്യേണ്ടി വന്നു. എത്ര കാലമായാലും നമുക്ക് ലോഗോ എന്ന് പറയുന്നത് മറ്റുള്ളവർ നമുക്ക് ഒരു ഐഡൻറ്റിറ്റിയാണ്, നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് ലോഗോ എന്ന് പറയുന്നത്. ചിലവർക്ക് ഭയങ്കര മോഡിഫൈ ചെയ്ത, ഭയങ്കര എഡിറ്റ് ചെയ്ത്, ഭയങ്കര എലഗൻ്റ്, ഭയങ്കര വേറൊരു ലുക്ക്, നമ്മൾ ലെറ്റർ മീനിങ് കൊടുക്കുന്നതൊക്കെ ആയിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലവർക്ക് മിനിമലായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കതിനൊരു ഡിസ്ക്രിപ്ഷൻ, ആ ഐക്കണിലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ലെറ്ററൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഏറ്റവും അവസാനം ഒന്നിൽ തന്നെ ഒരു ചെറിയ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിനെ ഞാൻ മോഡിഫൈ ചെയ്തതേ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്, നമുക്കൊരു എന്താ പറയുക ഹാഫ് സർക്കിൾ പോലെ ഞാൻ ഹാൻഡ് മെയ്ഡ് വിത്ത് ഹാർട്ട് എന്നും പറഞ്ഞിട്ടൊരു ഡിസ്ക്രിപ്ഷനും കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്മുടെ പേജിൻ്റെ നെയിമും കൂടെ നമുക്ക് അറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് ഹൊറിസോണ്ടൽ പോലെ ഹൊറിസോണ്ടൽ എന്ന് സർക്കിൾ പോലെ ആക്കുന്നതെന്ന് നമുക്ക് അതിൽ കാണാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സ്പാർക്കിളും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ലോഗോൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു മിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും എല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ലോഗോ ഒരു ബെറ്റർ ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു വേർഷനായിട്ടും കിട്ടും. അപ്പം ഇത്രയാണ് ഞാൻ ലോഗോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വാട്ടർമാർക്ക് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനല്ലേ ഇത് ചെയ്തേക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനത് കൊടുത്തിരിക്കുകയാണ്, ഞാനാണ് ചെയ്തതെന്നും വെച്ചിട്ട്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ഫൈനലി ഉള്ള ഒരു ടച്ചപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ഞാൻ ഇമേജായിട്ട് കാണിച്ചു തരാവേ.